ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. ഫൈനലി കുറേ നാളിന് ശേഷമാണ് ഒരു ലോങ് വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കണ്ടു നോക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ടേക്ക് കിടക്കാം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു അടിപൊളിയായിട്ടുള്ളൊരു പ്ലേസ് മാറ്റാണ്. ഈ കാണുന്ന ജൂട്ട് മാറ്റ് ഒരു 2 ഇയേഴ്സ് മുമ്പ് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയതായിരുന്നു. ഇപ്പം കുറച്ചായിട്ട് ചിന്തിക്കുന്നത് അതൊന്നും മാറ്റിയിട്ട് പുതിയൊരെണ്ണം വാങ്ങണമെന്ന്. അങ്ങനെ കഴിഞ്ഞ തവണ തലശ്ശേരി ചോക്കോ വേൾഡിൽ പോയ ടൈമിൽ ഈ ഒരു മാറ്റ് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ വിചാരിച്ച കളറും മോഡലൊന്നും കിട്ടാത്തതുകൊണ്ട് ഞാനന്നത് വാങ്ങിയില്ല. പിന്നെ ചിന്തിച്ചത് എല്ലാ വീട്ടിലും ഉണ്ടാക്കി നോക്കുന്ന എനിക്ക് എന്തുകൊണ്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് കൂടാൻ. കാരണം വേറൊന്നുമല്ല, ഈ ഒരു മാക്രമേ ത്രെഡ് എൻ്റെ കയ്യിൽ കിടക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് കാലങ്ങളായി. ഇത് വെച്ചിട്ട് എന്തെങ്കിലും ഒരു ഉപകാരം ഉണ്ടായിക്കോട്ടെ എന്ന് കരുതി അങ്ങനെ ഇതായിട്ട് ഒരു കാർഡ്ബോർഡിൽ റൗണ്ട് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഈ ഒരു മാക്രമേ ത്രെഡ് ഇതുപോലെ ഒന്ന് ചുറ്റിക്കൊടുക്കാം. 2 കളറിലുള്ള ത്രെഡ് കയ്യിലുണ്ടായതുകൊണ്ട് തന്നെ ഏത് വെച്ച് ചെയ്യണം എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ കരുതി ഈ ഒരു കളർ അധികം ഇല്ലാത്ത കളറല്ലേ, അതുകൊണ്ട് ഇത് വെച്ച് ചെയ്യാമെന്ന് കരുതി. ഇനി നമുക്കിതാ മൊത്തം ഇതുപോലെ ഒന്ന് ചുറ്റിയെടുക്കാം. നമ്മളിത് ചുറ്റിയെടുക്കുന്ന ടൈമിൽ കറക്റ്റ് മിഡിലും പോയിന്റ് മാർക്ക് ചെയ്തിട്ട് തന്നെ ചുറ്റിയെടുക്കാൻ ശ്രമിക്കുക. ഞാൻ മിഡിൽ നിന്ന് കുറച്ച് സൈഡോട്ടായി പോയിട്ടുണ്ടായിരുന്നു. അതിങ്ങനെ ചുറ്റി വന്നപ്പോഴാണ് മനസ്സിലായത്. പിന്നെ ഞാൻ അത് കറക്റ്റ് റൗണ്ട് ഷേപ്പായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കുക കേട്ടോ ചെയ്തിട്ടുണ്ടായത്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. എന്നിട്ട് ഇതുപോലെ ഒട്ടിച്ചിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഒരു റൗണ്ട് ഷേപ്പിനനുസരിച്ചിട്ട് ഒരു ത്രെഡ് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇതുവരെ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ഇനി അങ്ങോട്ടുള്ളതാണ് കുറച്ച് ടഫായിട്ടുള്ളത്. ടഫല്ല, സിമ്പിളാണ്, എല്ലാവർക്കും ചെയ്യാനും പറ്റും. പക്ഷെ കുറച്ച് ടൈം എടുത്തിട്ട് വേണം ചെയ്യാനായിട്ട്. ഇതിലും ചെറിയ സൈസൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ അത്ര ടൈമൊന്നും എടുക്കത്തില്ല. പക്ഷേ ഈ ഒരു സൈസ് ഉണ്ടാക്കിയെടുക്കാൻ കുറച്ചധികം പാടുപെട്ടിട്ടുണ്ട്. ഞാൻ 2 ദിവസം എടുത്തിട്ടാണ് ഇത് മൊത്തത്തിൽ ഫിനിഷ് ചെയ്തത്. കാരണം ഫസ്റ്റ് ഡേ ഞാനിത് ചെയ്ത് വന്നപ്പം ഈ ഒരു ത്രെഡ് തീർന്നു പോയി. അപ്പോൾ പിന്നെ ഞാൻ പെട്ടെന്ന് കരുതിയതാണ്. പക്ഷേ എൻ്റെ എന്തോ ഒരു ഭാഗ്യത്തിന് എനിക്ക് അന്ന് രാത്രി ഞാൻ തലശ്ശേരി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഈ കറക്റ്റ് കളറ് ത്രെഡ് വാങ്ങാൻ കിട്ടിയതുകൊണ്ട് ബാക്കി ഞാൻ പിറ്റേ ദിവസം കംപ്ലീറ്റ് ചെയ്യാട്ടോ ചെയ്തത്. എന്നിട്ട് ഇതായിട്ട് ഓരോ പീസായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് ഈ ഒരു നൂലിൽ നമുക്ക് ഇതുപോലെ ഒന്ന് കെട്ടിട്ട് കൊടുക്കാം. അങ്ങനെ മൊത്തത്തിൽ ചെയ്തെടുക്കാം. ഇങ്ങനെ മൊത്തം ചെയ്തെടുത്തതിന് ശേഷം ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് ഇതിൻ്റെ സൈഡിൽ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കണം. ഇതിൻ്റെ ബാക്ക് സൈഡിൽ നമ്മൾ ഫ്രണ്ട് സൈഡിൽ ചെയ്ത പോലെ തന്നെ നൂല് ചുറ്റി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഫ്രണ്ടും ബാക്കും ഒരുപോലെ തന്നെ കിട്ടും. അപ്പോൾ നമുക്ക് ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങുന്ന അതേ ഫിനിഷിങ്ങിൽ തന്നെ സാധനം കിട്ടും. എൻ്റെ കുഴിമടി കാരണം ഞാൻ ബാക്ക് സൈഡിൽ കാർഡ്ബോർഡ് പോലെ തന്നെ വിടുക കേട്ടോ ചെയ്തത്. ഞാൻ എന്തായാലും ഈ ഒരു സൈഡ് മാത്രമേ കാണിച്ചിട്ട് വെക്കത്തുള്ളൂ.
ഇനിയാണ് ഇതിലെ മെയിൻ പരിപാടി. ഇതുപോലെ ഒന്ന് നമുക്ക് ഇതിൻ്റെ നൂലൊന്ന് അയച്ചെടുക്കണം. എന്നിട്ട് നമ്മുടെ മുടിയൊക്കെ വാരുന്നത് പോലെ ഒന്ന് വാരി ലെവൽ ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ മൊത്തം ചെയ്തെടുക്കണം. ഇത് മൊത്തം ചെയ്തെടുക്കുമ്പോഴത്തേക്ക് ഞാനൊരു വൈക്കായിട്ടുണ്ടായിരുന്നു. അത്രയും ടൈം എടുത്തിട്ടുണ്ട്. കാരണം അത് മൊത്തത്തിൽ ഇളകിയിട്ട് പോരൂ എന്നുള്ളൊരു പേടിക്ക് ഞാൻ സാവധാനമാണ് ഓരോന്നും ചെയ്തു കൊടുത്തത്. അപ്പോൾ ഇത് പെട്ടെന്ന് അയച്ചെടുക്കാനുള്ള എന്തെങ്കിലും ടിപ്സോ ട്രിക്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇങ്ങനെ നമുക്ക് മൊത്തം ചെയ്തെടുക്കാം. ഇങ്ങനെ മൊത്തം അയച്ചെടുത്തതിന് ശേഷം ഒരു ചീർപ്പ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് വാരി കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഷേപ്പ് ചെയ്ത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ഉണ്ടാക്കുന്നതിന് മുമ്പ് ഞാൻ ഭയങ്കര കൺഫ്യൂഷനിലായിരുന്നു. ഇത് ഉണ്ടാക്കണോ വേണ്ടേ എന്നുള്ളൊരു ഡൗട്ടിലായിരുന്നു. വേറൊന്നും കൊണ്ടല്ല, ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇൻ കേസ് ഇത് കുളമായി പോയാൽ എൻ്റെ നൂലും കാര്യങ്ങളൊക്കെ വെറുതെയാവും, പിന്നെ വേറൊരു യൂസിനും കൊള്ളത്തില്ല. അപ്പോൾ ആ ഒരു പേടി ഉണ്ടായിരുന്നു. പക്ഷേ ഇത് ചെയ്ത് വന്ന് ഫൈനൽ റിസൾട്ട് കണ്ടപ്പം ഭയങ്കര ഹാപ്പിയായി. കാരണം നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന അതേ ലുക്കിൽ തന്നെ എനിക്ക് സാധനം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. താങ്ക്സ് ഫോർ വാച്ചിങ്.